എല്ലാ മാധ്യമ പ്രവർത്തകരെയും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2019 ഡിസംബറിൽ ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതാണ്. ഏകദേശം ഒരു വർഷക്കാലം കഴിഞ്ഞ് ഈ സിനിമ പൂർത്തിയാക്കി ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 45 ദിവസം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ഈ സിനിമ 42 ദിവസം പൂർത്തിയാക്കി. അതിൻ്റെ ഏറ്റവും അതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച 2 വ്യക്തികൾ, എല്ലാവരും സഹകരിച്ചു, എന്നാലും മഞ്ജു വാര്യരും സണ്ണി വീനും. ഒപ്പം ഇതിൻ്റെ ഡയറക്ടേഴ്സ് മിസ്റ്റർ സലീൽ, രഞ്ജിത്ത്, പുതിയ അവരുടെ ആദ്യത്തെ സംരംഭമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് അഭയന്, അനിൽ, അതുപോലെ ഒരുപാട് ടെക്നീഷ്യൻസ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങളെ പിന്നീട് അറിയിക്കും. ബാക്കിയുള്ള എല്ലാവരും, ഇതിൽ അഭിനയിച്ച ശ്രീകാന്ത് മുരളിയേട്ടൻ, നിരഞ്ജന, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണ്. നമ്മളും ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്ഷൻ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. അതിൽ മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസ് ഇതിൻ്റെ പങ്കാളിയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരാൾ നമ്മളോട് അതിൻ്റെ ഒരു ഭാഗമായി തീരുന്നത് തീർച്ചയായിട്ടും അഭിമാനമാണ്. കാരണം ഒരു കമ്പനി അത് സിനിമ നിർമ്മിക്കുമ്പോൾ മറ്റൊരാൾ അതിൻ്റെ പങ്കാളിയാവുന്നത് തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച മഞ്ജു വാര്യർക്ക് ആദ്യമേ നന്ദി പറയുന്നു. ഏറ്റവും അഭിമാനത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ചതുർമുഖം എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിനയ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു പരീക്ഷണമാണ്. അത് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയമാണെങ്കിലും ഈ സിനിമ ഏത് ജനുസിലാണോ ഉള്ളത് അതാണെങ്കിലും എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ്. ഇത് ശരിക്കും പ്രീസ്റ്റിന് മുമ്പ് ഷൂട്ടിംഗ് തീർത്ത ഒരു സിനിമയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ സ്വഭാവമുള്ള ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. അതും വളരെ പ്രതിഭയുള്ള 2 പുതുമുഖ സംവിധായകരാണ്. 2 എഴുത്തുകാരും വളരെ അനുഭവ സമ്പത്തുള്ള 2 എഴുത്തുകാരാണ്. ഒപ്പം ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ എല്ലാ വിഭാഗത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ഒപ്പം സണ്ണിയും അലൻസിയർ ചേട്ടൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. നിരഞ്ജന, ഇങ്ങനെ ഒരുപാട് നല്ല അഭിനേതാക്കളും നല്ല മുഹൂർത്തങ്ങളും ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ്ങും എന്നെ സംബന്ധിച്ച് വളരെ പുതുമയുള്ളതായിരുന്നു, ഇതിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്നതിന് എല്ലാവർക്കും വലിയ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് സന്തോഷത്തോടെ നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇരിക്കാൻ. ഒരുപാട് ആഗ്രഹമായിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ മഞ്ജു വാര്യർ സിനിമയിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യണമെന്നുള്ളത്. സത്യമാണ്. വളരെ യാദൃശ്ചികമായിട്ട് ചതുർമുഖം എന്ന് പറഞ്ഞ സിനിമ എന്നിലോട്ട് എത്തി. എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതൊരു ഹൊറർ സബ്ജക്റ്റാണ്. നമ്മളതിനെ വിളിക്കുന്ന ഒരു ടെക്നോ ഹൊറർ എന്നാണ് അതിനെ വിളിക്കുന്നത്. പിന്നെ പുതുമുഖ സംവിധായകരാണ് സലീലും രഞ്ജിത്തും. വളരെ ബ്രില്യൻ്റായിട്ട് ഈ സിനിമയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ സിനിമയെക്കുറിച്ച്. നമ്മളിന്ന് ഈ സിനിമയിൽ ചതുർമുഖം എന്ന് പറയുമ്പോൾ 4 ഫേസസ് എന്നാണ്. അതിൽ ഞങ്ങളിന്ന് 4ാമത്തെ 3 മുഖങ്ങൾ ഞങ്ങൾ ഓൾറെഡി റിവീൽ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ മഞ്ജു വാര്യർ, എൻ്റെ അലൻ ചേട്ടൻ്റെയും. അതിൽ 4ാമത്തെ മുഖം നമ്മളിന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇച്ചിരി കഴിഞ്ഞ് നടക്കും. അപ്പം നമുക്ക് മുന്നോട്ട് പോവാം.
നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് കമലാശങ്കർ എന്നാണ്. ഈ സിനിമയിലെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സാണ്. എൻ്റെ കൂടെ സലിൽ വി. സലിൽ, ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. അതെ, ദൂരെയാണെങ്കിലും മനസ്സൊരുമിച്ചാണ്. അതാണ്. ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിമാണ്. ഒരു ടെക്നോ ഹൊറർ എന്നൊരു ജോണറിൽ വരുന്നൊരു ഫിലിമാണ്. മലയാള സിനിമയിൽ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു ജോണറാണ്. അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നതിൽ നല്ല അഭിമാനമുണ്ട്. ഇത് ഞങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളുടെ റൈറ്റേഴ്സ് അനിൽ, അഭയ്, അവരുടെ അടുത്താണ് ആദ്യം നന്ദി പറയേണ്ടത്. പിന്നെ അഫ്കോഴ്സ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജിസ് ഇല്ലായിരുന്നെങ്കിൽ ആക്ച്വലി ഈ പ്രോജക്റ്റ് നടക്കുക തന്നെ ഇല്ലായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രോജക്റ്റ് കുറേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്തതാണ്. പക്ഷേ ഇത്രയും ഡിഫറെൻ്റ് ഒരു സബ്ജക്റ്റ് ചെയ്യാൻ പലർക്കും മടിയുണ്ടായിരുന്നു. ഇതെങ്ങനെ വർക്കൗട്ട് ആകും എന്നുള്ളത് പലർക്കും ഒരു എന്താ പറയുന്നത്, ഒരു റിസ്ക് എലിമെൻ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ജിസിന് ഈ കഥ കേട്ട ദിവസം തന്നെ, കേട്ട നിമിഷം തന്നെ പുള്ളിക്ക് അത്രയും ഇത് ഇഷ്ടപ്പെട്ടു. പുള്ളി അന്ന് തന്നെ പറഞ്ഞു നമുക്കിത് ചെയ്തിരിക്കും, നമ്മളിത് എന്തായാലും ചെയ്തിരിക്കും എന്നാണ് ജിസ് പറഞ്ഞത്. പിന്നെ അഫ്കോഴ്സ് മഞ്ജു വാര്യർ, സണ്ണി വെയിൻ, അരുൺ ചേരേട്ടൻ, ശ്രീകാന്ത് മുരളിച്ചേട്ടൻ, നിരഞ്ജന, നല്ലൊരു കാസ്റ്റ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായി തന്നെ കരുതുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു കാസ്റ്റ് കിട്ടുന്നത് ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. സോ എല്ലാവരും, ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഭയങ്കരമായി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫിലിമാണ്. ഹൊറർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു തിയേറ്ററിൽ കാണേണ്ടൊരു ജോണറാണ്. സാധാരണ ഒരു സിനിമ പോലല്ല. ഇതിലെ സൗണ്ട് ആണെങ്കിലും ഇതിലെ ക്യാമറ ആണെങ്കിലും എല്ലാം വളരെ ടെക്നിക്കലി സൗണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു പോയിൻ്റാണ്. അത് എത്ര സ്ട്രെസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിൽ കുര്യൻ എന്നാണ്. ഞാൻ ഈ സിനിമയുടെ വൺ ഓഫ് ദി റൈറ്റേഴ്സാണ്. മറ്റേ ആൾ അഭയകുമാർ. അഭയ്, ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇതൊരു പുതുമയുള്ളൊരു സിനിമയായിരിക്കുമെന്ന്. കാരണം അത് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് കാലിക പ്രസക്തിയുള്ളതാണ്. ഞാൻ സിനിമയിൽ വളരെ കുറച്ച് സ്ക്രീൻ പ്രസൻസി ഉള്ളെങ്കിലും മുഴുവൻ കഥയും ഏറെക്കുറെ എന്നോട് രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കിയത് വെച്ചിട്ട് പറയുകയാണ്. തീർച്ചയായിട്ടും ടെക്നോ ഹൊറർ ഫിലിമാണ്. അതിൻ്റെ മുഴുവൻ ഇമ്പാക്റ്റും കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ, ഹൊറർ സിനിമകളല്ല. അപ്പോൾ വളരെ മനോഹരമായിട്ട് നേരത്തെ പറഞ്ഞ മനോജ് സേനനും എല്ലാവരും ചേർന്നിട്ട് ഈ സിനിമയെ വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. മഞ്ജുവിൻ്റെ കൂടെ മറ്റെല്ലാവരെയും പോലെ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ഉണ്ടാവണമെന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ഈ സ്ക്രീനിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തുടങ്ങിയ കാലത്ത് എവിടേക്കോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തായാലും അപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സിനിമയിലും ഞാൻ ചോദിച്ചു മഞ്ജു വാര്യരുമായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്നോട് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, അത് കാണണം. അപ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ യൂത്ത്ഫുൾ ഒരു ആംബിയൻസ് ആയിരുന്നു. സണ്ണിയെ കുറേ കാലമായിട്ട് പല സിനിമകളുടെ സെറ്റിൽ പോയി കഥ പറയാനും അല്ലാതെയൊക്കെ ഞങ്ങളൊന്ന് കാണാറുണ്ട്. ഞങ്ങളൊരുമിച്ച് ഈ കൂട്ടായ്മയിൽ എനിക്ക് കൂടെ ഉണ്ടാകാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. നിരഞ്ജനയുടെ ഒപ്പം ഒരു മാസം മുമ്പ് ഒരു ചെറിയ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ് ആയി, എല്ലാ ഗാഡ്ജറ്റ്സും അമ്മമാരും മുത്തശ്ശിമാരും വരെ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓൺലൈൻ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് ഈ സിനിമയുടെ ചലഞ്ചും റെലവൻസും ഒക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു. OTT പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇറക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നമ്മളത് തീർച്ചയായിട്ടും അത് തടഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ദിനീഷും നമ്മളെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നു ഒരു OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ സിനിമ ഇറക്കണ്ട എന്നുള്ളത്. കാരണം അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകരുത്, പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക്. കാരണം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് പുതിയ ഡയറക്ടേഴ്സ് അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഓപ്റ്റ് ചെയ്യാതിരുന്നത്, അല്ലേ?
എന്താണ് എന്നുള്ളതും ഇന്നിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. ഒരു മുഖമാവുമ്പോൾ അതിനൊരു ശബ്ദവും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ശബ്ദവും നിങ്ങളിലേക്ക് ഇന്ന് എത്തും. ആളാണ് പ്രേതം എന്ന് പറയുമ്പോൾ. അപ്പം ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ടെൻഷനായിരുന്നു. അപ്പൊ ഇവിടെയും അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഉറപ്പായി. എവിടെ ലൊക്കേഷനിൽ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഫോണുകൾ വർക്ക് ചെയ്യാതാവുമായിരുന്നു. ചില സമയത്തൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ ഫോണുകൾ എല്ലാവരുടെ ഫോണുകളും പെട്ടെന്ന് ഔട്ട് ഓഫ് റേഞ്ച് ആവുന്നു, ഫോണുകൾ പെട്ടെന്ന് ഓഫ് ആവുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇഷ്ടംപോലെ, അത് പലർക്കും സാക്ഷി പറയാനും ഉണ്ടാവും. എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി, പെട്ടെന്ന് ഫോൺ ഹാങ് ആവുകയൊക്കെ ചെയ്തത്. മലയാളത്തിൽ യഥാർത്ഥത്തിൽ ഹൊറർ സിനിമ തന്നെ അപൂർവമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോ ഹൊറർ വൈബിലുള്ള ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോണറിലുള്ള ചിത്രം എങ്ങനെ നോക്കിക്കാണുന്നു? അതിന്റെ ഒരു സാധ്യത ഞങ്ങളുടെയൊക്കെ വലിയൊരു എക്സൈറ്റ്മെന്റും അതാണ്. അത് മലയാളത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. മലയാളത്തിൽ തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ ഒരു ശ്രമമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ടെക്നോളജി ഉൾപ്പെടാത്ത ഒരു കാര്യവുമില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ടെക്നോളജിയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ആ ടെക്നോളജിയിൽ പതുങ്ങിയിരിക്കുന്ന അപകടം എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ അഭയും അനിലിനും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തിച്ചത്. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും ഇതിൻ്റെ ഒരു സ്വഭാവം കാരണം കൂടുതൽ വിവരങ്ങളും പറയാനുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ ഉപകാരമാണോ ഉപദ്രവമാണോ എങ്ങനെ വേണമെങ്കിലും ആവാം. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ അത്രയും പുതുമയുള്ള, എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച, ഞാനൊരു ഹൊറർ സിനിമ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് പ്രീസ്റ്റിന് മുമ്പ് ചിത്രീകരിച്ച സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും എന്നെ ആ ഒരു ഹൊറർ സിനിമയാണ് എന്നുള്ളൊരു കാര്യം എന്നെ നന്നായിട്ട് എക്സൈറ്റ് ചെയ്തിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ഇതിൻ്റെ കഥ അത്രയധികം ഒരു പുതുമയുള്ളതായിരുന്നു. ശരിക്കും സാധാരണ വ്യത്യസ്തം പുതുമയുള്ളതെന്ന് നമ്മൾ പല പല പ്രോജക്ട്സിലും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു പരീക്ഷണാർത്ഥം തന്നെ ഞാൻ സന്തോഷത്തോടെ പങ്കുചേർന്നൊരു സിനിമയാണ്. പിന്നെ ഉറപ്പായിട്ടും സണ്ണിയുമായിട്ട് ഞാൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ ആ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. മൊത്തം നല്ലൊരു ടീമായിരുന്നു ഇതിന് എന്നെ കാത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സന്തോഷമുണ്ട്. പ്യുവർലി നമുക്കിതിനെ ടെക്നിക്കൽ ഹൊറർ ഗണത്തിൽ എന്തായാലും തീർച്ചയായിട്ടും പെടുത്താൻ പറ്റും. പിന്നെ എന്താ പറയുക, ആരും ട്രാവൽ ചെയ്യാത്തൊരു ഏരിയ തന്നെയാണ് ഈ സിനിമ ട്രാവൽ ചെയ്യണത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇല്ലെന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ പറ്റുമായിരുന്നു. ഇതിൽ ഒരു ഹൊറർ സിനിമ ആകുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, സൗണ്ട് ഡിസൈനിങ് ഉണ്ട്, VFX ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ വളരെ ക്രാഫ്റ്റുള്ള ആളുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്യാമറ പറഞ്ഞ പോലെ അഭിനന്ദൻ രാമാനുജമാണ്. മ്യൂസിക്കും ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും മ്യൂസിക് ഡോൺ വിൻസെൻ്റ് ആണ്. ഇതിൻ്റെ മിക്സിങ് ചെയ്തിരിക്കുന്നത് വിഷ്ണുവാണ്. VFX ചെയ്തിരിക്കുന്നത് പ്രൊമൈസ് ഗ്രൂപ്പ്. വളരെ ഭംഗിയായിട്ട് ഈ സിനിമ കണ്ട എല്ലാവരും എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ആണ് ഫിലിമിൻ്റെ മിക്സ്. അപ്പോൾ അങ്ങനെയുള്ള തിയേറ്ററിൽ തന്നെയാണ് സിനിമ പോയി കാണേണ്ടത്. സൗണ്ട് 1 മിക്സ് എന്ന് പറഞ്ഞാൽ അറിയാൻ വേദാകാരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൗണ്ടിന് മഞ്ജു പറഞ്ഞതുപോലെ ടെക്നോളജിക്ക് സ്വാഭാവികമായും ഒരു ഹൊറർ മൂവിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഫിലിമിന് ടെക്നോ ഹൊറർ ഫിലിം ആകുമ്പോൾ നാച്ചുറലി വീണ്ടും അതിൻ്റെ പ്രാധാന്യം കൂടും. അത് വളരെ കൃതഹസ്ഥതയോട് കൂടിയിട്ട് ചെയ്യാവുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. മനോജ് സേനനെയൊക്കെ നമുക്കറിയാമല്ലേ, ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം റാണി പത്മിനി അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു വുമൺ എംപവറിംഗ് ഫിലിം തിരഞ്ഞെടുത്തിട്ടില്ല. എന്താണ് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ഒരാളെന്ന അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? അങ്ങനെയുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഉദാഹരണം സുജാത അങ്ങനത്തെ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ച് മാത്രം കഥ പറഞ്ഞാലേ വുമൺ എംപവർമെൻ്റ് ആവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതൊരു സ്ത്രീക്കും ഏതൊരു ചെറിയ കാര്യത്തിൽ നിന്നും എംപവേർഡ് ആവാം. അതിനൊരു സിനിമ തന്നെ വേണമെന്ന് ഒന്നുമില്ല. ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ എത്ര ശക്തിയുള്ള സ്ത്രീകളാണ് എല്ലാവരും, അല്ലേ? പല വ്യത്യസ്തമുള്ള കഥകളും വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കടക്കമുള്ള പ്രേക്ഷകർക്ക് കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള സിനിമകൾ ചെയ്തുകൊണ്ട് പോയാൽ ചെയ്യാൻ എനിക്കും മടുക്കും, കാണുമ്പോൾ നിങ്ങൾക്കും മടുക്കും.
മറുചോദ്യമാണ്. ആക്ച്വലി ഈ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്റ്റണ്ടാണോ അതോ ആക്ഷൻ കോറിയോഗ്രഫി ആണോ? അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് കുറുപ്പെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയാണ് ആ സിനിമ കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഗംഭീര വിഷ്വലൈസേഷനാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. മൊത്തം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയാണ്. അതിലും ഞാൻ ഭാഗമാണ് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വെട്രിമാരൻ പ്രൊജക്ട്സുകളുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് എങ്ങനെയുണ്ട്? ഇത് പറയുന്നത് ഒരു പുതിയ ഫിലിം കൾച്ചറും കൂടെയാണ്. അപ്പം അത് എങ്ങനെയുണ്ട് അതിന്റെ പാർട്ടാകുന്നതിനെ കുറിച്ച്? എനിക്കൊരു വളരെ ഒരു പഠന ഒരു അനുഭവമായിരുന്നു ആ സിനിമയുടെ ഭാഗം ആയപ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇനിയുള്ള സിനിമകളിലും നമ്മളെ ഭാഗമാക്കിയാൽ സന്തോഷം. നല്ല കാര്യം. ഇതിലെ പോസ്റ്ററുകളെ കുറിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. വളരെ പുതുമയുള്ള, ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അത് ഇനി വരുന്ന പോസ്റ്ററുകളും നിങ്ങൾക്ക് വളരെ ഒരു ഭയങ്കര കൗതുകം ജനിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പോസ്റ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്ത ദിലീപ് ദാസ്, അദ്ദേഹത്തെയും പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരുടെ ഒരു പങ്കാളിത്തവും ഈ ഒരു സിനിമയുടെ ഔട്ട്പുട്ടിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തില് മഞ്ജു വാര്യരുടെ പ്രായം വളരെ കുറവായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ചിത്രം ചതുർമുഖ ഇറങ്ങുന്നുണ്ട്. ഇതിൽ അതിനെക്കാട്ടിയും പ്രായക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല തിരക്കിലാണെന്നാണ് കേട്ടത്, പ്രത്യേകിച്ച് മഞ്ജു വാര്യർ ഏതോ ബോളിവുഡ് ചിത്രത്തില്. അതിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും മാധ്യമ സുഹൃത്തുക്കളോട്? അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച്. അത് മാധവനോടൊപ്പമാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒരു സംവിധായകനും നിർമ്മാതാവും ഒക്കെ പുതിയ ആൾക്കാരാണ്, ആദ്യമായി സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്. ഹിന്ദിയാണ് ആ സിനിമയിൽ സംസാരിക്കുന്നത് ഞാൻ. അപ്പോൾ വളരെ നല്ല ഒരു തിരക്കഥയും വളരെ ശക്തിയുള്ള ഒരു കഥാപാത്രവുമാണ്. മലയാളികളുടെ മാനം കളയില്ല എന്ന വിശ്വാസത്തോടെ. സിംഗ് സൗണ്ടും കൂടിയാണ്, അതും കൂടി. എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഹിന്ദി പ്രാക്ടീസ് ചെയ്യാൻ. മലയാള സിനിമയ്ക്ക് മഞ്ജു വാര്യരെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. പത്താ നഹീ, ദേഖ് ജാനാ പടേഗാ. സണ്ണി വെയിൻ 1-ാം തീയതി അനുഗ്രഹീതൻ ആന്റണി ഇറങ്ങുന്നു. അടുത്തത് തുടർന്ന് ചതുർമുഖം. കേട്ടത് റൂമർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം, ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഒരു മാസം 2 പടമെങ്കിലും വെച്ച് സണ്ണി വെയിൻ്റെ റിലീസ് കാണുമോ? റിലീസുണ്ട്, അനുഗ്രഹീതന്റെ റിലീസുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കുറിപ്പാണെങ്കിലും ചതുർമുഖമാണെങ്കിലും കുറ്റവും ശിക്ഷയാണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അത് മിക്കവാറും ഈ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യം കൊണ്ട് എല്ലാ മാസവും ഇറങ്ങുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് തന്നെ കാണാം. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങൾ സിനിമ ഷൂട്ട് തുടങ്ങി ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പം ഞാൻ സലീലിനോടൊരു എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആൻ്റണി എന്നല്ലേ ചോദിച്ചു. അപ്പം ആൻ്റണി എന്നാണ്. ഞാനിപ്പോൾ ഒരു അനുഗ്രഹൻ ആൻ്റണി അതോ ആൻ്റണിയാന്ന് പറഞ്ഞു. പിന്നെ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു, കാരണം ഓൾറെഡി മഞ്ജു വാര്യർ എന്നെ ആൻ്റണി എന്ന് വിളിച്ച് തുടങ്ങി കഴിഞ്ഞു. അല്ല, ഇവർക്കാർക്കും കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോസ്റ്ററിൽ കണ്ട ഓരോ പേരും. ഇത്രയും നല്ലൊരു കാസ്റ്റ്, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഓപ്പണാണ്.